ഹായ് ഓൾ കെ പി എസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശ്രീകാന്ത് മൊബൈൽ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് റിസപ്ഷനിൽ തന്നെ വിളിച്ചിരിക്കുകയാണ് വർഷ. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ശ്രീകാന്തിന് ഒരു കോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്ത് വന്ന് ചോദിക്കുകയാണ്, ആരാണ് സാർ? വർഷ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കൂ സാർ. അപ്പോൾ അതുപോലെ തന്നെ അവർ പറയാണ്, ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ. ശ്രീകാന്ത് കുറച്ച് മുമ്പേ പോയി. ഓക്കെ താങ്ക്സ്. അവിടുത്തെ ഒരു ഹോട്ടൽ ബോയ് ചോദിക്കുകയാണ്, ശ്രീകാന്ത് അവൾ തന്നെയാണോ വിളിച്ചത്? അതെ. എന്താ നീ ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞത്? എന്തോ പ്രശ്നമുണ്ടല്ലോ. പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഇനി അവൾ എപ്പോൾ വന്ന് ചോദിച്ചാലും ഞാനിവിടെ ഇല്ലയെന്ന് പറഞ്ഞേക്കോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ രേവതി അമ്മ വീട്ടിലേക്ക് വരികയാണ്. അമ്മയും അവളുടെ അനിയത്തിയും അവളുമായിട്ട് അമ്മ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴാണ് അയൽപക്കത്തുള്ള വീട്ടുകാർ രണ്ട് സ്ത്രീകൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അവർ പറയാണ്, ദേ നമ്മളെ രേവതി, ദേ നമുക്കൊന്ന് കണ്ടിട്ട് പോകാം. അവർ വിളിക്കുകയാണ്, രേവതി. എന്തല്ല സുഖം തന്നെയാ മോളെ? സുഖം. ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? അങ്ങനെ പോകുന്നു മോളെ. എങ്ങനെ പോകുന്നു രേവതി? കുറേ നാളായല്ലോ രേവതിയെ കണ്ടിട്ട്. അപ്പോൾ ദേവു പറയാണ്, ചേച്ചിക്ക് വരാൻ സമയം വേണ്ടേ? അവളുടെ അമ്മ പറയാണ്, ഇനി കുറേ ദിവസം അവൾ ഇവിടെ കാണും. ആടിമാസമാണല്ലോ, അതാണ് വന്നതല്ലേ. അതിലൊരാൾ പറയാണ്, സച്ചിയും രേവതിയും രണ്ട് വീട്ടിലാക്കിയല്ലേ, ഇത് വേണ്ടായിരുന്നു. ഇതൊക്കെ പഴയ ആചാരങ്ങളല്ലേ. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, നാട്ടു നടപ്പ് തെറ്റിക്കണ്ടല്ലോ. അപ്പോഴാണ് അവിടേക്ക് ഗജാനന്ദൻ്റെ രണ്ട് ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അവർ പറയാണ്, ദാ നോക്ക് രേവതി. ഒരാൾ പറയാണ്, അയലത്തെ വീട്ടിലെ സ്ത്രീ പറയാണ്, നീ ഇല്ലാതെ സച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? അപ്പോൾ മറ്റയാൾ പറഞ്ഞു, അവൻ കാറും കൊണ്ട് വന്ന് അവളെ പൊക്കി എടുത്തുകൊണ്ട് പോകും, നീ കണ്ടോ എന്ന് പറഞ്ഞ് അവർ പരസ്പരം കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോൾ ഗജാനന്ദൻ്റെ ആൾ പറയാണ്, നീ വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ അവിടെ പതുങ്ങി നിന്നിട്ട് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അവരുടെ അമ്മ പറയാണ്, സച്ചി വരാനൊന്നും പോകുന്നില്ല, ഇതിനെക്കുറിച്ചൊക്കെ മോന് നന്നായിട്ടറിയാം. ഒരാൾ പറയാണ്, ലക്ഷ്മി, രണ്ട് പേരെയും രണ്ടിടത്താക്കിയാൽ എങ്ങനെ വീട്ടിൽ തൊട്ടിൽ കെട്ടാൻ പറ്റും? അപ്പോൾ ലക്ഷ്മി പറയാണ്, അതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളും. സച്ചിയുടെയും രേവതിയുടെയും കുഞ്ഞിനെ കാണാനേ ഞങ്ങൾക്ക് കൊതിയായി. അതാ പറഞ്ഞത്. രേവതി ഒരു നാണത്തോടെ അവിടെ നിൽക്കുകയാണ്. പോട്ടെ രേവതി, ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോകണം, ഞങ്ങൾ പിന്നീട് വരാം. ശരി ചേച്ചി. മോള് വാ എന്ന് പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇതിൽ ഒരു സ്ത്രീ പറയാണ്, എടി ഞാൻ പറഞ്ഞ കാര്യം നീ പറഞ്ഞിരുന്നോ? അതെങ്ങനെ പറയാനാ? അതൊക്കെ പിന്നെ തന്ത്രത്തിൽ ഞാനൊക്കെ പറഞ്ഞോളാം. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഗജാനന്ദൻ്റെ ആൾക്കാർ കുറച്ചുകൂടി മുന്നോട്ട് വരികയാണ്. എന്നിട്ട് അതിലൊരുത്തൻ പറയാണ്, രേവതിയുടെ കയ്യിൽ ബാഗുണ്ട്, അവൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. അതിലൊരുത്തൻ പറയാണ്, ആടിമാസമല്ലേ, രേവതി ഇവിടെയും സച്ചി അവൻ്റെ വീട്ടിലും ആയിരിക്കും. അപ്പോൾ അവർ പറയാണ്, ഗജാനന്ദൻ ബോസിന് കിട്ടിയ അവസരം ഇത്, നമുക്ക് ചെന്ന് പറയാം. ശരി. രേവതി കയറി വരുമ്പോൾ ശരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ സന്തോഷത്തോടെ ശരത്തെ എന്ന് വിളിച്ചിട്ട് അവൾ അകത്തേക്ക് കയറുകയാണ്. മോനെ, നീ സുഖമായിട്ടിരിക്കുന്നോ? എവിടെ സച്ചിയേട്ടൻ? അപ്പോൾ ദേവു പറയാണ്, രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവരാനല്ല പോയത്. അതെനിക്കറിയാം, സച്ചിയേട്ടൻ കാറിൽ കൊണ്ടുവന്ന് വിട്ടു എന്ന് വിചാരിച്ച് ചോദിച്ചതാ. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, ശരത്തെ നിൻ്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ദേവു പറയാണ്, അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, ഫുൾ ടൈം ഫോണിലാണ്. എന്താടാ ഞാനീ കേൾക്കുന്നത്? ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ചേച്ചി, ഇവിടെ ചുമ്മാ പറയുന്നതാ. ദേ നോക്ക്, രണ്ടുപേരും നന്നായിട്ട് പഠിച്ചിട്ട് ജോലി വാങ്ങിക്കണം, എങ്കിലേ അമ്മയുടെ കഷ്ടപ്പാട് മാറും. അറിയാം ചേച്ചി, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നീ കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവാ, ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞിരുന്നു. നീ അവിടെ ചെന്നാൽ മതി. ശരി ചേച്ചി, ഞാൻ പോയിട്ട് വരാം. പിന്നെ ലക്ഷ്മി ദേവുവിനോട് പറയാണ്, ഡി നീ ചെന്ന് ചേച്ചിക്ക് ചായ ഇട്ട് കൊടുക്ക്, ചെല്ല്. അപ്പോൾ ദേവു പറയാണ്, എന്നെ ശരത്തിനെയും കരുതിക്കൂട്ടി ഒഴിവാക്കുന്നത് പോലെ ഉണ്ടല്ലോ, ചെല്ലടി, പറഞ്ഞതനുസരിക്ക് പോ. അപ്പോഴാണ് രേവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അച്ഛൻ്റെ ഫോട്ടോ നോക്കിയിട്ട് കൈയൊക്കെ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ അമ്മ വിളിക്കുകയാണ്, മോളെ വാ. പിന്നെ അവൾ കണ്ണൊക്കെ തുടച്ച് അമ്മയുടെ അടുത്തേക്ക് പോയി. അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദേവു അവരെ ശ്രദ്ധിക്കുകയാണ്. അമ്മ അപ്പം തന്നെ അവളെ മടിയിൽ തലയൊക്കെ വെച്ച് കിടത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിക്ക് നിന്നോടുള്ള ദേഷ്യം മാറില്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഭയപ്പെട്ടിരുന്നു മോളെ. നീ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് സമാധാനമായത്. നിങ്ങളൊന്നായി എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല മോളെ. നല്ല രീതിയിൽ നിങ്ങൾ പുതിയ ജീവിതം തുടങ്ങി. നിന്നെക്കുറിച്ചുള്ള
അമ്മയുടെ ആദ്യമൊക്കെ മാറി. എന്നാലും ചെറിയൊരു വിഷമം. എന്താ അമ്മേ, ഈ സമയം നോക്കി തന്നെ ആടിമാസം വന്നില്ലേ? പെട്ടെന്ന് തന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ടായേനെ. അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് ദേവു പറയാണ്, ചേച്ചി വീട്ടിൽ വന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പോൾ അമ്മ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ല, ഓടി അവിടുന്ന്. ആ, മനസ്സിലായി, ചേച്ചിക്ക് പെട്ടെന്ന് കുഞ്ഞുണ്ടാവും എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അത് കേട്ട് അമ്മയോ രേവതിയും നോക്കുകയാണ് അവളെ തന്നെ. അപ്പോൾ അവൾ പറയാണ്, എനിക്കിതൊക്കെ മനസ്സിലാവേണ്ട പ്രായമായി, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. അപ്പോൾ രേവതിയും അമ്മയും ചിരിക്കുകയാണ്. അമ്മയ്ക്ക് പെട്ടെന്ന് അമ്മൂമ്മയാവാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ചേച്ചിയെ പെട്ടെന്ന് സച്ചിയേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടേക്ക്. രേവതി പറയാ, ഇവളെ എന്താ വേണ്ടത്? തിരികെ കൊണ്ടുപോയി വിടാൻ പോയാൽ മതി. ഇവളെ അമ്മായിയമ്മ തിളച്ച വെള്ളം മുഖത്തൊഴിക്കും. രാത്രി 1 മണിക്ക് വിളിച്ചിട്ടാ ഇവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞത്. നീയും കേട്ടതല്ലേ അത്? അപ്പം രേവതി ഒന്ന് ചിന്തിക്കുകയാണ്. എനിക്ക് മനസ്സിലാവാത്തത് അതാ, എന്തിനാ അവർ രാത്രി 1 മണിക്കൊക്കെ വിളിച്ച് പറഞ്ഞത്? അന്ന് ആടിമാസത്തിൽ വീട്ടിൽ പോകണ്ട എന്ന് പറഞ്ഞയാൾക്ക് പെട്ടെന്ന് മനംമാറ്റം ഉണ്ടായി. അതെന്താ? കുറച്ച് ദിവസത്തേക്ക് വേണ്ടുന്ന ജോലിയൊക്കെ ചെയ്യിച്ചിട്ടാ എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടതവർ. ചേച്ചി എന്തിനാ അവിടുത്തെ ജോലികൾ മുഴുവൻ ചെയ്യുന്നേ? വേറൊരു മരുമകളും ഉണ്ടല്ലോ അവിടെ, അവളും കൂടി ചെയ്യട്ടെ. അവൾ ചെയ്തത് തന്നെ. അമ്മ പറയാണ്, ഡീ, നീ അടുക്കളയിലിട്ട് ചെല്ല്, പാല് തിളച്ച് മറിയുന്നുണ്ടാവും, ചായപ്പൊടിയോട് ചെല്ല് പോ. അപ്പോൾ രേവതി പറയാണ്, ഞാൻ ചായ ഉണ്ടാക്കാം. രേവതി പെട്ടെന്ന് ചായ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുത്ത്. അപ്പോൾ ദേവു പറയാണ്, അപ്പോൾ അവർ ജോലിയൊന്നും ചെയ്യാറില്ലേ? നേരം വൈകിയേ എഴുന്നേൽക്കും, പിന്നെ പാർലറിൽ നിന്നും വീട്ടിലെത്താനും വൈകും, രാത്രിയാവും. വീട്ടിലുള്ളപ്പോൾ അവളെ ജോലി ചെയ്യാൻ അമ്മ വിടുകയില്ല. അപ്പോൾ അവൾ ചെയ്യേണ്ട ജോലി കൂടി ചേച്ചി ചെയ്യണം അല്ലേ? വേറെ എന്ത് ചെയ്യാൻ പറ്റും ദേവു? അവൾ രാവിലെ എഴുന്നേൽക്കാൻ 10 മണിയെങ്കിലും ആവും. 10 മണിയോ? അതിനിടയിൽ ഞാൻ പൂരിയോ മറ്റു വല്ലതോ ഉണ്ടാക്കി വെച്ചാൽ അതൊന്നും കഴിക്കില്ല. എണ്ണയിലുണ്ടാക്കി കഴിക്കുന്നതൊക്കെ ആരോഗ്യത്തിന് മോശമാണെന്നാ. പിന്നെ അവൾക്ക് പാലിലും തേനിലും ഉണ്ടാക്കി കൊടുക്കണമായിരിക്കും. ദേവു, അവൾ പണക്കാരി പെണ്ണ്, അവരുടെയൊക്കെ ആഹാര രീതിയൊക്കെ ഒന്ന് വേറെ തന്നെയായിരിക്കും, അമ്മ വന്ന് പറയാം. പണക്കാരി, അഹങ്കാരം കൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ചേച്ചി എന്താ അവിടുത്തെ ജോലിക്കാരിയാണോ എല്ലാ ജോലിയും ചെയ്യാൻ? ചേച്ചിയുടെ വിവാഹം അങ്ങനെ നടന്നതിനും അവൾ പരിഹസിച്ചു. അഹങ്കാരിയാ അവൾ. അമ്മ പറയുന്നത് കേട്ടില്ലേ? ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ മോളെ, എനിക്കതൊരു ശീലമായി. അങ്ങനെ വിട്ട് കൊടുക്കരുത് ചേച്ചി. അവിടുത്തെ അമ്മായി അമ്മ കാണുന്നത് പോലെയാ അവളും ചേച്ചിയെ കാണുന്നത്. പോകുന്നു എന്ന് പറയാനായി ചേച്ചി അവളുടെ മുറിയുടെ വാതിൽ തട്ടിയപ്പോൾ അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവളുടെ ഭാവം കണ്ടിരുന്നോ? അപ്പം അമ്മ, ദേവു ചുമ്മാതിരിക്കേ, ഇവളെ കുത്തി ഇളക്കി വിട്ട് യുദ്ധം ചെയ്യിക്കാനാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോളെ, സച്ചി നിന്റെ കൂടെയുണ്ട്, നിനക്ക് വേണ്ടി ചന്ദ്രമതിയോട് സംസാരിക്കുന്നുമുണ്ട്. അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിൽ പരം വേറെ എന്ത് വേണം? ആരെന്ത് പറഞ്ഞാലും നീ ഗൗനിക്കണ്ട. ദേവു വീണ്ടും പറയാണ്, സച്ചിയേട്ടനെക്കുറിച്ച് പറയുമ്പോൾ ചേച്ചിയുടെ മുഖം കണ്ടോ, പൂവ് വിടരുന്നത് പോലെയാണ് വിടരുന്നത്. ചിരിക്കുക അത് കേട്ടിട്ട്. എന്നിട്ട് അതിൻ്റെ ഒപ്പം അമ്മയും ചിരിക്കുകയാണ്. അപ്പോൾ രേവതി വീണ്ടും പറയാണ്, അമ്മ പറയുന്നത് ശരിയാ, സച്ചിയേട്ടൻ ഇപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് മതി എനിക്ക്, മറ്റൊന്നും എനിക്ക് വിഷയമല്ല. അത് കേട്ടപ്പോൾ അമ്മക്കും ദേവുവിനും സന്തോഷമായി. എന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതി ആരെയോ ഫോൺ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ചന്ദ്ര വിളിക്കുകയാണ്, മോളെ 1 നിമിഷം. അപ്പോൾ ചന്ദ്ര അടുത്തോട്ട് പോയിട്ട് അവളെ ഒഴിയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഇപ്പം എന്തിനാ ആൻറ്റി ഒഴിയുന്നേ? അത് കഴിഞ്ഞിട്ട് പറയാണ്, ദൃഷ്ടിദോഷം അകന്നു പോകണം. രേവതിയുടെ അമ്മയും അനിയത്തി വന്നതാ ഇവിടെ. അവരുടെ കണ്ണ് കൊണ്ടിട്ടുണ്ടാവും നിനക്ക്. അവളുടെ അമ്മയുടെ കണ്ണ് അങ്ങനെയുള്ള കണ്ണാ, അസൂയക്കാരിയാ. നീയും ശ്രുതിയും സന്തോഷത്തോടെ കഴിയല്ലേ? അതൊന്നും അവൾക്ക് പിടിക്കുന്നില്ല. രേവതിയുടെ അമ്മയുടെ സംസാരം കുറച്ച് ഓവറാ. ആവശ്യമില്ലാതെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, ഇറിറ്റേഷൻ ഉണ്ടാക്കും. അവരുടെ വീട്ടിൽ പോകാനൊക്കെ പറഞ്ഞു എന്നോട്. വലിയ കൊട്ടാരം പണിതിട്ടിരിക്കുകയല്ലേ അവിടെ കൊണ്ടുപോയി കാണിക്കാൻ. ഇടിഞ്ഞു വീഴാറായ ആ വീട്ടിലേക്ക് പോകേണ്ടവളാണോ മോളെ നീ? കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ അവൾ നിന്നെ അവിടേക്ക് ക്ഷണിക്കുമോ? രേവതി ഈ കൊട്ടാരത്തിൽ നിൽക്കേണ്ടവളല്ല, അവൾക്ക് പറ്റിയത് അവിടെയാ. ആടിമാസം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് മോക്കറിയോ? സച്ചിയും രേവതിയും അകറ്റി നിർത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത് പറഞ്ഞയച്ചതാ ഈ അമ്മ. അങ്ങനെ അവൾ ആദ്യം ഒരു കുഞ്ഞിനെ പ്രസവിക്കണ്ട,
അവർ രണ്ടുപേരും ഒന്നായി ഇപ്പം. അവളുടെ പെരുമാറ്റം നീ ശ്രദ്ധിച്ചതല്ലേ? അവളിവിടെ നിന്നാൽ പെട്ടെന്ന് തന്നെ അവൾ അമ്മയാവും. അവൾക്ക് കുഞ്ഞ് പിറക്കാതിരിക്കാനാ രണ്ടിനെ ഞാൻ തന്ത്രപൂർവ്വം രണ്ടിടത്താക്കിയത്. ചന്ദ്ര ചിരിക്കുക. ഞാനാരാ മോള്? ഞാൻ പറഞ്ഞിരുന്നില്ലേ മോളെ, നിനക്കാദ്യം കുഞ്ഞ് പിറക്കണം. പെട്ടെന്ന് തന്നെ ഒരു പേരക്കുട്ടിയെ പ്രസവിച്ച് നീ എൻ്റെ കയ്യിലേക്ക് തരണം. തരില്ലേ? പിന്നെ കാണിക്കുന്നത് വർഷ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. അപ്പോൾ ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ശ്രീകാന്ത് പറയാണ്, അയ്യോ ഇവളിവിടേക്ക് വന്നോ? പിന്നെ അതുവഴി അവൻ തിരിഞ്ഞോടി. അപ്പോൾ അവനടുത്ത അവളോട് പോയിട്ട് പറയാണ്, എടാ വർഷ വരുന്നുണ്ടേ, അവളിപ്പോൾ എന്നെ കണ്ട ശരിയാവില്ല. അതിന് അവൾ വന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി. നീ അവളോട് സംസാരിക്കേ. എടാ നീ ഞാൻ പറഞ്ഞത് ചെയ്യ്. അവളിവിടെ വേറെ ആരോടെങ്കിലും ചോദിച്ചാലോ? എടാ എല്ലാവരോടും ഞാൻ പറഞ്ഞേ, നീ ഒന്ന് ഹാൻഡിൽ ചെയ്യ്. പിന്നെ ശ്രീകാന്ത് എത്രയും പെട്ടെന്ന് തന്നെ ഓടി ഒളിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഒരുത്തൻ പറയാണ്, വർഷ ഇരിക്ക്, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ല, ശ്രീകാന്തിനെ കാണാൻ വേണ്ടി വന്നതാ, അവനെ ഒന്ന് വിളിക്ക്. ശ്രീകാന്ത് ഇവിടെ ഇല്ല, അവൻ വീട്ടിൽ പോയി, വന്നിട്ട് ഉടൻ പോയി. എന്തു പറ്റി? എന്തിനാ അവൻ വീട്ടിൽ പോയത്? കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു പോയി. അത് ശരി. അപ്പോൾ വർഷ അവളുടെ ഫോൺ എടുത്തിട്ട് അവനെ വിളിക്കുകയാണ്. അവൻ്റെ ഫോണ് അപ്പോൾ അവനെ അന്വേഷിക്കുകയാണ്, പോക്കറ്റിലൊക്കെ നോക്കുകയാണ്. മൊബൈൽ എവിടെ വെച്ച് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഫോൺ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, എൻ്റെ മൊബൈൽ എവിടെ വെച്ചതെന്ന്. മൊബൈൽ അപ്പോൾ റിസപ്ഷനിൽ നിന്നാണ് അടിയുന്നത്. അപ്പോൾ അതവൾ കണ്ടു. അവനും പറയാണ്, അപ്പോൾ ഫോൺ അടിയുന്ന ശബ്ദം കേട്ടപ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആ ഫോൺ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ കയറിയിട്ട് ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഫോൺ ഇവിടെ ഉണ്ടല്ലോ. അത് അപ്പോൾ വീട്ടിൽ പോയതാന്ന് കള്ളം പറഞ്ഞതല്ലേ? അല്ല, ശ്രീകാന്ത് വീട്ടിൽ പോയി, ഫോൺ ഇവിടെ മറന്നു വെച്ചതാ, കുറച്ച് കഴിഞ്ഞാൽ വന്നെടുത്തോളൂ. പാവം, ഇതെടുക്കാനേ ഇവിടേക്ക് വരണ്ട, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ഒന്ന് നിൽക്ക് വർഷ. അപ്പോൾ അവൻ പറയാണ്, കൂടെ പോടാ വർഷ, ഫോണിങ് തന്നേക്ക്, ഞാൻ കൊടുത്തോളാം. ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യും. അവൻ ഓടി വരികയാണ് വർഷ എന്ന് വിളിച്ചിട്ട്. എന്നിട്ട് അവിടെയുള്ള സപ്ലയറുടെ അടുത്ത് പറയുകയാണ്, എടാ നീ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു വെക്കണ്ടേ? എന്ന് പറഞ്ഞ് അവൻ പിന്നെ ഓടുകയാണ്. അപ്പോഴേക്കും അവൾ വണ്ടിയെടുത്ത് പോയി കഴിഞ്ഞു. അതിനുശേഷമാണ് അവൻ വിളിച്ചു പറയുന്നത് ബാക്കിൽ നിന്ന്, വർഷ അവിടെ നിൽക്ക് വർഷ. അപ്പോൾ അവൾ ശ്രദ്ധിച്ചു. എന്നിട്ട് അവൻ പറയാണ്, എൻ്റെ ഫോൺ. അവൾ പിന്നെ മൈൻഡ് ചെയ്യാതെ വണ്ടി എടുത്തിട്ട് പോവുകയാണ്. അവൻ പിന്നാലെ പറയുന്നുണ്ട്, വർഷ എന്ന്. പിന്നെ കാണിക്കുന്നത് രവിയേട്ടനെയാണ്. രവിയേട്ടൻ ഇതാ സെൻട്രലിൽ കിടന്നിട്ട് സോഫയിൽ കിടന്നിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ സച്ചി വണ്ടിയുമായിട്ട് വന്നിട്ട് സച്ചി ശ്രദ്ധിക്കുകയാണ്, ഇതെന്താ ഉറങ്ങിയോ? ഇതെന്താ അച്ഛൻ ഇവിടെ കിടക്കുന്നേ? അവൻ അച്ഛ എന്ന് വിളിക്കാൻ വേണ്ടി പോയി. പിന്നെ പറയാണ്, അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഉറങ്ങട്ടെ. പിന്നെ നേരെ പോയത് ടേബിളിലാണ്. ടേബിളിൽ ഭക്ഷണങ്ങൾ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എന്തോ മസാലക്കറി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് കൂട്ടിയിട്ട് പറയാണ്, ഇതെന്താ ഇങ്ങനെ? വായിൽ വെക്കാൻ കൊള്ളത്തില്ലല്ലോ. രേവതി എന്ന് നീട്ടി വിളിക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ എണീച്ചിട്ട് പറയുന്നത്, നീ എന്തിനാ അവളെ വിളിക്കുന്നേ? അവളിവിടെ ഇല്ലല്ലോ, അവൾ അമ്മയുടെ വീട്ടിൽ പോയിരിക്കല്ലേ. ഓ, ഞാനത് മറന്നു അച്ഛാ. അച്ഛൻ എന്താ ഇവിടെ കിടക്കുന്നേ? നീ വരുന്നതും കാത്തിരുന്നതാ, പിന്നെ ഉറങ്ങിപ്പോയി. നീ ഭക്ഷണം എടുത്ത് കഴിക്ക്. അതെങ്ങനെ കഴിക്കും അച്ഛാ? ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിന്, അതങ്ങനെ കരിഞ്ഞു പോയിരിക്കുകയാണ്. ആരത് കഴിക്കും? ആരാ അച്ഛാ അതുണ്ടാക്കി വെച്ചത്? നിൻ്റെ അമ്മ, മറ്റാരാ? വായിൽ വെക്കാൻ കൊള്ളില്ല. അപ്പോൾ അച്ഛൻ പറയാണ്, രേവതി വരുന്നതിന് മുമ്പ് നീ അതൊക്കെ തന്നെയല്ലടാ കഴിച്ചത്, ഇപ്പം എന്താ കഴിക്കാൻ പറ്റാത്തേ? അത് ഇനി ഒരു മാസം ഇങ്ങനെ തന്നെയായിരിക്കും, നീ പോയി കഴിക്കാൻ നോക്ക്. എനിക്ക് വേണ്ട അച്ഛാ, അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം നീ പട്ടിണി അടക്കാൻ പോവാ? പഴം കഴിക്കാം, അത് മതി. സമയം കളയണ്ട, എന്നാൽ പോയി കഴിക്ക്. ഞാൻ കഴിച്ചോളാം, സമയമായില്ലേ. അച്ഛൻ പോയി മുറി കിടക്ക്. അപ്പോഴാണ് ശ്രുതിയും താഴേക്ക് വന്നത്. എന്നിട്ട് ശ്രുതി പറയാണ്, ശ്രുതി, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഇതാരാ ഇവിടെ തുറന്നു വെച്ചത്? അച്ഛാ, ഇവൻ ഇന്ന് പണിക്ക് പോയില്ലേ? ശ്രുതി എന്തിനാടാ ആടിക്കൊണ്ട് പോന്നേ? ഈ അച്ഛന് ചെവി കേൾക്കില്ലേ? ആടിക്കൊണ്ടല്ല, ആടിക്ക് അമ്മ വീട്ടിൽ പോന്നിയാ. ആടിക്ക് അമ്മ വീട്ടിൽ പോകാത്തത് എന്താന്ന്? ഓ അങ്ങനെ. എന്തോന്ന് ആടിമാസം പിരിഞ്ഞിരിക്കണമെന്ന് നിങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. എന്നിട്ട് ശ്രുതി എന്താ പോവാത്തത്? എന്നിട്ട് ആ പെണ്ണെന്താ ഇവിടെ? അവൾ ഇവിടെ ഇല്ലാതെ വേറെ എവിടെ പോകാനാടാ? ആടിമാസത്തിൽ ഗർഭിണിയായാൽ മേടമാസത്തിൽ കുഞ്ഞു പിറക്കും, അത് ദോഷമാണ്. അതിനാൽ പിരിഞ്ഞിരിക്കണമെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്?
അതുകൊണ്ടാണല്ലോ രേവതിയെ അമ്മ വീട്ടിൽ പറഞ്ഞു വിട്ടത്. പിന്നെ ഇവളെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? അപ്പോൾ ഇവളെ പറഞ്ഞു വിടുന്നില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് സച്ചി ശ്രുതിയെ പറഞ്ഞു വിടാത്തത് കൊണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.